പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിനെ കാണാനില്ല എന്ന് റിപ്പോർട്ട്. കുറച്ചു നാൾ മുമ്പ് അസീം മുനീറാണ് വലിയ രൂപത്തിൽ ഇന്ത്യയെ എന്തോ അങ്ങ് മൂക്കിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. സിന്ധു നദീജല കരാറ് ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ ഭീഷണി മുഴക്കി കൊമ്പു കുലുക്കി പല പാകിസ്ഥാൻ നേതാക്കളും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഭീഷണികൾ മാത്രമേ ഉള്ളെന്നും അടിസ്ഥാനപരമായി പാക് നേതാക്കൾ ഭയന്നിരിക്കുകയാണെന്നുമാണ് കൂട്ടമായി 5000-ഉം 10,000-ഉം ആളുകൾ കരസേനയിൽ നിന്നും അതുപോലെ വ്യോമസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നുമൊക്കെ രാജിവെക്കുന്നതിലൂടെ പാകിസ്ഥാൻ ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു. മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യൻ സൈന്യവും തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. അതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചേക്കും എന്ന ഭയത്തിലായിരുന്നു പാകിസ്ഥാൻ. അസീം മുനീർ അടക്കമുള്ള സൈനിക ഓഫീസർമാർ തങ്ങളുടെ കുടുംബത്തെ സ്വകാര്യ വിമാനങ്ങളിൽ വിദേശത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മുനീറിന്റെ മിസ്സിംഗ്. എന്നാൽ ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതോടുകൂടി ഞായറാഴ്ച അബോട്ടാബാദിലെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോടൊപ്പമുള്ള ജനറൽ മുനീറിന്റെ ഫോട്ടോ പുറത്തുവിട്ട് പാകിസ്ഥാൻ സർക്കാർ രംഗമൊന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു. പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെരീഫ്, കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസീം മുനീർ NIM-ന്റെ ആളാണ്. അതുപോലെ PMA കാക്കൂലിലെ ഉദ്യോഗസ്ഥര്, ഇവരൊക്കെ അബോട്ടാബാദിലെ PMA കാക്കൂലിലെ 151-ാമത്തെ ലോങ് കോഴ്സിലെ ബിരുദധാരികളോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. ഏപ്രിൽ 26, 2025 എന്നാണ് ചിത്രത്തിനോടൊപ്പമുള്ള കുറിപ്പ്. എന്നാൽ റാവൽപിണ്ടിയിലെ ഒരു ബങ്കറിൽ ജനറൽ മുനീർ ഒളിച്ചിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകളും രംഗത്ത് വരുന്നുണ്ട്. ഇസ്ലാമില് ഉഹുദ് എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ട്. നേതാക്കന്മാർ ഭയക്കുകയും നേതാക്കന്മാരെ അനുസരിക്കാത്ത അണികളുമാണ് ആ യുദ്ധം തോക്കാൻ കാരണം എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ വിധി എഴുതുന്നത്. എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തോറ്റിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തെ പാകിസ്ഥാൻ എത്ര കണ്ട് ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് സൈനികരുടെ കൂട്ടരാജി. 100 കണക്കിന് ബോംബുകൾ നിർവീര്യമാക്കുകയും 100 കണക്കിന് അപകടങ്ങൾ മണത്തറിഞ്ഞ് അതിനു വേണ്ടുന്ന പ്രീക്കോഷൻസ് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴൊന്നും ഇന്ത്യൻ ആർമിയെ ആരും അനുമോദിക്കാറില്ല. ഇന്ത്യൻ ആർമിയുടെ കരുത്താണ് നമ്മൾ ഈ അനുഭവിക്കുന്ന നിർഭയത്വം, സ്വാതന്ത്ര്യം എന്നാരും വിളിച്ചു പറയാറില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു തലനാരിഴ വ്യത്യാസത്തിൽ ഇന്ത്യൻ ആർമിയെ കല്ലെറിയാൻ കിട്ടുന്ന ഏതവസരവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം എല്ലാവരും ആഘോഷിക്കാറുണ്ട്. പഹൽഗാം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സലീം മടവൂർ വീണ്ടും തന്റെ അറിവില്ലായ്മ, ശിവശങ്കർ വീണ്ടും സെക്യൂരിറ്റി ലാപ്സ്, അതിലേക്കാണ് ഇന്റലിജൻസ് ഫെയിലിയർ, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സലീം മടവൂർ വീണ്ടും തന്റെ അറിവില്ലായ്മയാണോ അല്ല അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് കാര്യമായി വ്യക്തമായ ഒരു ബോധമില്ലാതെ പറയുന്നില്ല, അതിനെക്കുറിച്ചുള്ള വിവരക്കേട് ആണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ തന്നെ ഉദ്ദേശിച്ച് അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാശ്മീരിലെ അസംബ്ലിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 2.5 കോടി ജനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം കാശ്മീരിൽ വന്നതെന്ന്. ഈ 2.5 കോടി ജനങ്ങൾക്ക് മുഴുവൻ ഓരോ സെക്യൂരിറ്റി ഓഫീസറെ അല്ലെങ്കിൽ 10 പേർക്ക് ഒരു സെക്യൂരിറ്റി ഓഫീസറെ ഇട്ടാൽ എത്ര സെക്യൂരിറ്റി ഓഫീസറെ ഇടേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ മൂന്നാറിലും ഊട്ടിയിലൊക്കെ താങ്കൾ യാത്ര പോയിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം എത്ര സെക്യൂരിറ്റി ഓഫീസറെ കണ്ടിട്ടുണ്ട്? ഓരോ 25 പേർക്കും 50 പേർക്കും 10 ആർമിക്കാരെ വെച്ചിട്ട് താങ്കൾ അവിടെ കണ്ടിട്ടുണ്ടോ? അതാണ് അവിടെ താങ്കൾ തന്നെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു, കാശ്മീരിൽ കുറെ നാളായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വികസനം നടക്കുന്നുണ്ട്, അവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഒരു മിനിറ്റ് അതൊന്നും പ്രശ്നമില്ല, അത് സുരക്ഷാ വീഴ്ചയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സുരക്ഷാ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കുറെ ആർമി ഓഫീസറിട്ട് അവിടെ ഒരു പിൽഗ്രിം സെന്ററായോ അതല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസ് ആയോ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ തോന്നുന്നു. ആർമി ഓഫീസറിനെ ചുറ്റുവിട്ടുകൊണ്ട് അവർക്ക് സുരക്ഷ ഉണ്ടെന്നാവും, പക്ഷേ അവർക്ക് അവരുടെ വിനോദസഞ്ചാരത്തെ അത് ഒരു പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുമോ? അവർക്കത് ആസ്വദിക്കാൻ പറ്റുമോ? അപ്പൊ ഇതെല്ലാം രണ്ടും ഒരുമിച്ച് നടക്കില്ല. താങ്കൾക്കത് വിനോദസഞ്ചാരത്തെ കുറിച്ചോ ആർമി ഓഫീസേഴ്സിനെ കുറിച്ചോ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ കുറിച്ചോ ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കാം. രണ്ടാമത് താങ്കൾ വീണ്ടും പറയുന്നത് അവിടെ കുറച്ചുപേരെ വെടിവെച്ചിട്ട ആളുകൾക്ക് ക്യാമറയിൽ പിടിച്ചിരുന്നു, താങ്കൾ തന്നെ പറഞ്ഞാണ്. അപ്പൊ അവരുടെ മുഖം അറിയാം, അതുകൊണ്ട് അവരെ തന്നെ പിടിക്കണം, വല്ലവരെയും വെടിവെച്ചിട്ടിട്ട് അവരെ കാണിച്ചുകൊണ്ട് ആർമി തെറ്റിദ്ധരിപ്പിക്കരുത്. വീണ്ടും താങ്കൾക്ക് ഇന്ത്യൻ ആർമിയിലുള്ള അവിശ്വാസം, താങ്കളുടെ രക്തത്തിൽ ഇന്ത്യൻ ആർമിയെ അവിശ്വസിക്കുന്നു എന്ന് നിരന്തരം ഞങ്ങൾക്ക് പറയേണ്ടി വരും. ആർമിയെ അവിശ്വാസമില്ല. നോക്കൂ, താങ്കളുടെ നേതാക്കൾ 26/11 കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തിയത് ഹിന്ദുക്കളെയായിരുന്നു. കോൺഗ്രസ് ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തി 26/14 ഇറ്റ് ഈസ് ബിക്കം എ ഹിന്ദു ടെററിസം, ഹിന്ദു ആതങ്കവാദി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതിനുശേഷം പുൽവാമയിൽ നിങ്ങൾ ആർമിയെ കുറ്റപ്പെടുത്തിയില്ലേ? നിങ്ങൾ നിരന്തരം ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നില്ലേ? ഇപ്പൊ ഇതാ നിങ്ങൾ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾക്ക് നിരന്തരം കുറ്റപ്പെടുത്തുവാനായിട്ട് ഇത്തരത്തിൽ ഹിന്ദുക്കളെ വേണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വേണം, അതല്ലെങ്കിൽ ആർമിയെ വേണം. നിങ്ങൾക്ക് ഒരിക്കലും പാകിസ്ഥാൻ
പാകിസ്ഥാന് നേരെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഈ ദുഷ്ടരായ പിശാചുക്കളുടെ നേരെയോ അവരുടെ പേരോ പറയാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങ് ഈ ചെയ്ത ആളുകൾ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയാൻ പോലും ഇവർക്ക് നാവ് പൊങ്ങില്ല. ചിദംബരമായാലും അതുപോലെ തന്നെ ഷിൻഡെ ആയാലും അതുപോലെ തന്നെ ദിഗ്വിജയ് സിംഗ് ആയാലും ഇന്ന് നിങ്ങളുടെ കേന്ദ്രത്തിലെ മരുമോനായാലും കേരളത്തിലെ മരുമോനായാലും ബേബി ആയാലും കുറച്ചുകൂടി വലിയ ബേബി ആയാലും മുഴുത്താളായാലും ഒന്നും നിങ്ങൾക്ക് ഇന്ന് കൃത്യമായ ഒരു ആർമിയെ കുറിച്ച് പറയാനായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞില്ലല്ലോ, അമിത്ഷാ പറഞ്ഞില്ലല്ലോ എന്ന്. എന്നാൽ ഈ എന്റെ പ്രധാനമന്ത്രിയെയും അമിത്ഷയെയും കുറിച്ച് ഇത്രയേറെ ജാഗ്രതയുള്ളവര് അവർ പറയുന്ന ഭാഷ ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയാൻ തയ്യാറുണ്ടോ? പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നുള്ള രീതിയിൽ പറയേണ്ട അദ്ദേഹം എടുക്കുന്ന നടപടിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഈ നദീജല തർക്കത്തിൽ ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ വെള്ളം കൊടുക്കരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അങ്ങ് കടന്നു കയറി ആക്രമിക്കണമെന്ന് പറയാൻ മുസ്ലിം ലീഗിന്റെ നേതാവിന് ധൈര്യമുണ്ടോ? അതല്ലെങ്കിൽ അതിന്റെ കുറ്റവാളിയാണ് അവിടുത്തെ ഈ ഓരോ തീവ്രവാദിയുടെ നേതാവായ പാകിസ്ഥാനിലെ ഓരോ പേരുകളും പലരും മരിച്ചുപോയി മറ്റു പല കാരണങ്ങൾ കൊണ്ട് അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നു, ഇനിയും അത് സംഭവിച്ചേക്കാം. പക്ഷേ ഇത്തരത്തിൽ തീവ്രവാദ ആക്രമണത്തിന് പിന്തുണ നൽകുന്ന നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ കയറി വെടിവെച്ച് കൊല്ലുകയാണെന്ന് പറയാൻ വേണ്ട ധൈര്യം ഇന്നത്തെ മുസ്ലിം ലീഗ് നേതാവിനോ ഇവിടെ ഇരിക്കുന്നവരുടെ പ്രതിനിധിക്കുണ്ടോ? അപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിരന്തരമായി പ്രധാനമന്ത്രിയോ അമിത്ഷയോ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം. മടവൂരിനെ ആർമി തെറ്റ് ചെയ്യുന്നു എന്ന് ഭയന്നുകൊണ്ട് കുറ്റം അങ്ങോട്ടാക്കാം. പക്ഷേ നിരന്തരമായി നിങ്ങൾ കുറ്റം പറഞ്ഞത്, നിങ്ങൾ നേതാക്കൾ കുറ്റം പറഞ്ഞത് 26/11 നിങ്ങൾ ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞു. അതിനുശേഷം പുൽവാമയിൽ ആർമിയെ നിരന്തരം ഇപ്പോഴും കുറ്റം പറയുന്നു. ഇപ്പൊ ഇത് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു. ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങളുടെ കൂറ് എവിടെയാണെന്നും നിങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം എന്താണെന്നും ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആർമിയെ കുറ്റം പറയുന്ന, നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന, കാർഗിൽ വാർ മുതൽ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ താല്പര്യം എന്താണ്? ആരോടാണ് നിങ്ങളുടെ കൂറ്? നിങ്ങൾ എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഈ രാജ്യത്തെ സേവിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ നവീകരണവും സമാധാനവും വളർച്ചയും ലക്ഷ്യം വെക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും മാധ്യമങ്ങൾക്ക് ഭയമാണ്. പഹൽഗാമിൽ എന്താണ് നടന്നത് എന്നും മതം ചോദിച്ചിട്ടുള്ള ഭീകരാക്രമണവും ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രം നാമമാത്രമായി റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ പഹൽഗാമിൽ ഭീകരാക്രമണം അന്വേഷിക്കുന്ന NIA-ക്ക് നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാശ്മീരിലെ പ്രാദേശിക വീഡിയോഗ്രാഫർമാർ നൽകിയത്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ കൈമാറി പ്രധാന സാക്ഷിയായി മാറിയിരിക്കുകയാണ് ഈ ഭീകരാക്രമണ സമയത്ത് ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്ന കാശ്മീരിലെ പ്രാദേശിക വീഡിയോഗ്രാഫർ. ഭീകരാക്രമണം നടന്ന ഏപ്രിൽ 22 ബൈസരൻ വാലിയിൽ സഞ്ചാരികൾക്ക് റീൽസ് എടുത്ത് നൽകുന്നതിന് വേണ്ടി ഇയാൾ ഉണ്ടായിരുന്നു. പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികൾക്കു വേണ്ടി റീലുകൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഭീകരർ ആക്രമണം തുടങ്ങിയ സമയത്ത് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി ഒരു മരത്തിൽ കയറി ഒളിക്കുകയായിരുന്നു അത്രേ അദ്ദേഹം. NIA അന്വേഷണ ഉദ്യോഗസ്ഥരോട് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതടക്കം കാര്യം ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മരത്തിലിരുന്ന് ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മുഴുവനായി പകർത്തുകയും ചെയ്തു. വീഡിയോഗ്രാഫറെ NIA ചോദ്യം ചെയ്യുന്നുണ്ട്, ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഭീകരരെയും അവരെ സഹായിച്ചവരെയും തിരിച്ചറിയുന്നതിന് വേണ്ടി NIA ഈ ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. 4 ഭീകരർ 2 സംഘങ്ങളായി തിരിഞ്ഞ് പുൽമേടിന്റെ 2 വശങ്ങളിൽ വെടിയുതിർത്തു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. ലഘുഭക്ഷണം വിൽക്കുന്ന കടകൾക്ക് സമീപം 2 തോക്കുധാരികൾ നിലയുറപ്പിച്ചിരുന്നതായി ദൃക്സാക്ഷികളുടെ മൊഴിയിലുണ്ട്. ഉച്ചയ്ക്ക് 2:30 ഭീകരർ ആക്രമണം തുടങ്ങുകയും പേര് ചോദിച്ച ശേഷം ആളുകളുടെ തലയ്ക്ക് വെടിവെക്കുകയും ചെയ്തു. ഇതോടെ വിനോദസഞ്ചാരികൾ മുഴുവനും പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. തുടർന്ന് സിപ്പ് ലൈനിന്റെ പരിസരത്ത് നിന്ന് 2 തീവ്രവാദികൾ കൂടി പുറത്തു വന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായത്. ഭീകരർ പ്രദേശത്തെ ഒരാളുടെയും ഒരു വിനോദസഞ്ചാരിയുടെയും മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തിയതായും റിപ്പോർട്ടുകളിലുണ്ട്. ഈ ഫോണുകൾ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണിപ്പോൾ അന്വേഷണ ഏജൻസികൾ. സംഭവത്തിന് പിന്നാലെ ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. പട്ടാള സമാന വേഷത്തിൽ ഭീകരർ ആക്രമണം നടത്തിയെന്നും കയ്യിലുണ്ടായിരുന്നത് അമേരിക്കൻ നിർമ്മിത M4 കാർബൈൻ റൈഫിളും AK-47 ആണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭീകരാക്രമണം നടന്ന പ്രദേശത്ത് നിന്ന് AK-47 M4 റൈഫിളുകൾ, വെടിയുണ്ടകൾ ഇതൊക്കെ NIA കണ്ടെടുത്തിട്ടുണ്ട്. പഹൽഗാമിൽ ഭീകരർ 70 റൗണ്ട് വെടിയുതിർത്തു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. അഫ്ഗാൻ യുദ്ധം അവസാനിച്ചതിന് ശേഷം പാകിസ്ഥാൻ ഭീകരർ
M4 തോക്കുകൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നും ഇത് ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നതിന്റെ കൂടുതൽ തെളിവാകുകയാണ് എന്നും രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളിൽ ഒരാൾ പ്രദേശത്തുകാരനായ ആദിൽ തോക്കറാണ് എന്ന് അന്വേഷണ സംഘം ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. 2018 ഹിസ്ബുൾ മുജാഹിദീനിൽ ചേർന്ന ഇയാൾ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുകയും ലഷ്കർ ഇ തൊയ്ബയിൽ ചേരുകയുമായിരുന്നു. ലഷ്കർ ഇ തൊയ്ബയിൽ നിന്ന് തീവ്രവാദ പരിശീലനം ലഭിച്ചതിന് ശേഷം 2024 കാശ്മീരിലേക്ക് തന്നെ ഇയാളും മടങ്ങിയെത്തി. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സഹായവും പഹൽഗാമിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങളും നൽകിയത് ഇയാളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നന്ദി.